ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. പ്രിയമുള്ള ദൈവമക്കളെ, പൗലോസ് എഴുതിയ ലേഖനമാണ്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് നമുക്കറിയാം. പൗലോസ് പറയുന്ന ഒരു പ്രസ്താവന, ഒരു വസ്തുതയാണ് ഇവിടെ പറയുന്നത്, വായിച്ചത്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണം. അത് 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ ആവസിക്കുന്നത് എങ്ങനെയാണ്, എന്ത് ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ ആവസിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തി. 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാം വാക്യം മുതൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസ് എഴുതിയിരിക്കുന്ന കാണുവാൻ സാധിക്കും. എന്തിനാ ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വരുന്നത്? എന്തിനാ ദൈവമക്കളുടെ മേൽ ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശക്തി എന്തിനാണ് നമ്മളിൽ വരുന്നത്? 10-ാമത്തെ വാക്യം പറയാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വരുന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തിലെ കഷ്ടതകളെ അതിജീവിക്കുന്നതിന് വേണ്ടി. ഒറ്റ വാക്ക് പറഞ്ഞാൽ, നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടതകളെ അതിജീവിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വരുന്നത്. വേദപുസ്തകത്തിൽ നാം ദൈവമക്കളെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാം അവർ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ശക്തിയാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനുള്ള ശക്തിയാണ് ആ ദൈവജനത്തെ, ദൈവമക്കളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ ശക്തിയാണ്. അത് പൗലോസ് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് പൗലോസ് പറയുന്നു, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, ധാരാളം കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അവയെ മുമ്പോട്ട് തരണം ചെയ്യാനായിട്ട് ഈ ശക്തി നമ്മളിൽ ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തി നമ്മളിൽ അധിവസിക്കുന്നത് എന്നാണ് 13-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യം മുതൽ പറയുന്നത്. എങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാം? ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഒരു 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും. 1-ാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരാണ്. ചികിത്സക്കാരന്റെ പേരുണ്ട്, എടുക്കേണ്ട സമയത്ത് മാസവരി ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട്, മാസവരി കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സ്വോത്രകാഴ്ച ഇടുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു വിശ്വാസിയാകുന്നതാണ്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയാനുള്ള മാർഗം നമ്മുടെ പ്രതിസന്ധിയിൽ നാം എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസഘട്ടം വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്താണ് സ്വീകരിക്കുന്നത്? അതാണ് നമ്മുടെ വിശ്വാസം എപ്രകാരം ഇരിക്കുന്നത്. നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കഥയാണ് യോബിന്റെ കഥ. യോബിന്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധി വന്നു. ദൈവം അവനെ പരീക്ഷിച്ചു. എന്നാൽ ആ പ്രതിസന്ധിയിൽ അവൻ തെളിഞ്ഞവനായി തീർന്നു. വിശുദ്ധനായി, അവൻ നീതിമാനാണ്. കാരണം അവന്റെ പ്രതിസന്ധിയിൽ അവൻ കർത്താവിനെ മറന്നു കളഞ്ഞില്ല. അവൻ ദൈവത്തോട് ചേർന്നിരുന്നു. ഓരോ പടിയും ദൈവത്തോട് ചേർന്നിരുന്നു. അവന്റെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിട്ട വിധമാണ് അവനൊരു നീതിമാനാണെന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. യോബ് ദൈവം സാക്ഷ്യം നൽകി അവൻ നീതിമാൻ എന്ന് പറയാൻ കാരണം അവന്റെ വിശ്വാസം
പരിശോധനയിൽ അവന്റെ വിശ്വാസം ത്യജിച്ചില്ല എന്നുള്ളത്. ഇന്ന് ഞാൻ പലർക്കും പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെ CSI കുടുംബങ്ങളിലൊക്കെ ഇന്നും വിവാഹത്തിന് പോകുമ്പോൾ മുഹൂർത്തം നോക്കി ഇറങ്ങുന്നവരുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ വിഘ്നങ്ങൾ കണ്ട് മാറി നിൽക്കുന്നവരുണ്ട്. വിഘ്നങ്ങൾ പൂച്ച കണ്ടാലൊന്നുമില്ല, പട്ടിയെ കണ്ടാലൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഇന്നും വെച്ചു പുലർത്തുന്ന, അതിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. പ്രാർത്ഥന തുടങ്ങാൻ സമയം, അത് എത്ര സമയത്ത് തുടങ്ങാവുള്ളൂ, അത് മുൻകൂർത്ത സമയമാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, മറ്റു സ്ഥലങ്ങളിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട് ധാരാളം. ശബരിമലയിലാകാം, അരിത്രപ്പള്ളിയിലാകാം, അതുപോലെ തന്നെ വലിയ വലിയ പള്ളികൾ കൊണ്ടുപോയി നേർച്ച കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത് എന്നോ നിങ്ങളെ തന്നെ ശോധന ചെയ്യും, പരീക്ഷിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ അതിനകത്ത് എക്സാമിൻ യുവേഴ്സെൽഫ് എന്നാണ്. നിങ്ങളെ തന്നെ പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾ വിശ്വാസിയാണോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുക. അങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ വിശ്വാസിയാണോ അല്ലയോ എന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ പേര് ഇവിടെ ഉള്ളത് കൊണ്ട്, നമ്മൾ ദശാംശം കൊടുത്തത് കൊണ്ടും സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടും പള്ളിയിൽ പോകുന്നത് കൊണ്ടും നമ്മളൊരു വിശ്വാസിയാകണം എന്നില്ല. അതൊക്കെ ചടങ്ങുകളായിട്ട് നടത്താം. ഇന്നത് വർദ്ധിച്ചു വരികയും പള്ളിയിൽ പോകുന്ന ഒരു ചടങ്ങായി, പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങായി തീർന്നുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസം എന്നത് നമ്മുടെ പ്രതിസന്ധിയിൽ നാം എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് വിശ്വാസം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസിയാണോ നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. വീണ്ടും പറയുക, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും യേശുക്രിസ്തുവിൽ നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. നമ്മൾ നമ്മളോട് ചോദിക്കുക, ഞാനൊരു വിശ്വാസിയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തിയൊക്കെ വരണം. ഞായറാഴ്ച ഒഴികെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം ഇങ്ങനെ ഒന്ന് മറിച്ചു 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 നോക്കും. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ മനസാക്ഷി നമ്മോട് പറയുകയാണ്, കൊള്ളാം. നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുക, കൊള്ളാം, ഈ ഒരാഴ്ച കൊള്ളാം. അങ്ങനെ പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ തിരിച്ചറിയും. നമ്മളിങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ ജീവിതത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കും. ഓരോ ദിവസവും എടുക്കുന്നു. ആ ദിവസങ്ങളെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകും, നമ്മൾ കൊള്ളരുതാത്തവരാണ്, കൊള്ളാകുന്നവരാണ്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തയും നമ്മുടെ ഇരിപ്പും നടപ്പും ദൈവത്തോടുള്ള ബന്ധവും നമ്മുടെ വിശുദ്ധ ജീവിതവും ദൈവസന്നിധിയിൽ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുകയാണ്, കൊള്ളാം, കൊള്ളാം. അങ്ങനെ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത്. ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ അവന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ എങ്ങനെ അധിവസിക്കുമെന്നുള്ളത്. ഒന്ന്, നമ്മളെ തന്നെ വിശ്വാസിയാണെന്ന് പരീക്ഷിച്ച് നമ്മളൊരു വിശ്വാസിയാണെന്ന് നമുക്ക് ബോധ്യമായാൽ, എന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഹിതകരമാണെന്നുള്ള ബോധ്യം നമ്മളിൽ വരുമ്പോൾ, അങ്ങനെ വന്നാൽ നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കും. ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടായി. വീണ്ടും അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഓരോരുത്തർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന, തീർച്ചയായിട്ടും സഹോദരന്മാരെ, ഇത്ര കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മളൊരു വിശ്വാസിയാണെന്ന് പരിശോധിച്ചു, വിശ്വാസിയാണെന്ന് നമ്മുടെ മനസാക്ഷി നമ്മോട് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ചു. ആ ബോധ്യം ലഭിച്ചു കഴിയുമ്പോൾ തീർച്ചയായും സഹോദരന്മാരെ സന്തോഷിക്കും. അത്തരം കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ടുള്ള ഒരു മുഖാന്തരമാണ് ആ ക്രിസ്തുവിൽ സന്തോഷിക്കും. വീണ്ടും അവിടെ പറയുന്നത് യഥാസ്ഥാനപ്പെടുവിൻ. മലയാളത്തിൽ അത് വളരെ ഒരു വ്യത്യസ്തമായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനർത്ഥം എയിം ഫോർ റെസ്റ്റോറേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഒന്ന് പുതുക്കി പണിയുമാണ്. യഥാസ്ഥാനപ്പെടുക എന്നുള്ളതല്ല, എയിം ഫോർ റെസ്റ്റോറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുനഃപ്രതിഷ്ഠ ചെയ്യാനായിട്ട് നമ്മളെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യും. ഓരോ ദിവസവും നമ്മെ ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങളെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഇന്നേ ദിവസം യാതൊരു ശാപത്തിൽ വീഴാതെ പാപത്തിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് അത് പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നേ ദിവസം യാതൊരു പാപത്തിലും ശാപത്തിലും വീഴാതെ വന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതാണ് ഇവിടെ പൗലോസ് പറയുന്ന ഒരു റെസ്റ്റോറേഷൻ നമുക്കുണ്ടായിരിക്കണം, ഒരു പുനഃപ്രതിഷ്ഠ നമുക്കുണ്ടായിരിക്കണം. ഒന്ന്, നമ്മൾ സന്തോഷമുള്ളവരായി, ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായി. രണ്ട്, യഥാസ്ഥാനപ്പെടണം, റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മൂന്ന്, ആശ്വസിച്ചു കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിനെ കംഫോർട്ട് വൺ അനദർ എന്ന് കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി. നമ്മൾ മാത്രം ആശ്വസിച്ചാൽ പോരാ, നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആശ്വസിക്കുക. ഇന്ന് ക്രിസ്ത്യാനികളെല്ലാം അധികം പേരും അങ്ങനെയാണ്. അധികം പേരും. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ CSIയിൽ ഒരാള് 82 എൻ്റെ ഓർമ്മ പോയി 82 ലക്ഷം രൂപയുടെ ഒരു കാറുമാണ്. ഇവിടെ CSI അംഗമാണ്. 82 ലക്ഷം രൂപയുടെ കാർ. 20 ലക്ഷം കൊടുത്താൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള കാർ ലഭിക്കും. അവരുടെ അടുത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, നല്ല വീടില്ലാത്തവരുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക? അവർ തന്നെ ഈ വില കൂടിയ വണ്ടി വാങ്ങി അതിനകത്ത് യാത്ര ചെയ്ത് അവർ തന്നെ ആശ്വസിക്കുക. മറ്റൊരുവന്റെ കണ്ണുനീര് കാണാനായിട്ട് പറ്റാതെ പോകും. ഞാൻ മിക്കപ്പോഴും ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാൻ പറയും, നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവർ ഒരുപക്ഷെ ഒരു നേരം കേക്ക് മേടിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരാൾക്ക് ഒരു കേക്ക് മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാണ്. നമ്മൾ തന്നെ ആശ്വസിക്കും. നമുക്ക് ദൈവം എൻ്റെ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരാൾ മാത്രമാണ് ഞാൻ പറഞ്ഞു കേട്ടത്. മക്കളോട് പറഞ്ഞു, മക്കളെ, നമുക്ക് ലഭിക്കുന്ന ഈ സമ്പത്ത് അത് മറ്റൊരുത്തിന്റെ കൂടെ അവൻ അനുഭവിക്കാറുള്ളത് കൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരാൾ മാത്രമേ പറഞ്ഞു ഞാൻ കേട്ടു. അദ്ദേഹം മക്കളോട് പറയുക, നമുക്ക് ലഭിക്കുന്ന പണം, ഈ സമ്പത്ത്, നമ്മുടെ ഈ അനുഗ്രഹം അവന്റെയും കൂടെ നന്മയാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കിട്ടുന്നതെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ ആശ്വസിച്ച് സന്തോഷിച്ച് കഴിയുക. അവരുടെ വേദനയെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. നമ്മളതിനെ ഓർക്കാറില്ല. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഒരു പഴയ പാട്ടിപ്പോഴും നല്ല വളരെ അതായിരിക്കും ഒരു നാടൻ പാട്ട്. അയലത്തെ അടുപ്പ് പുകഞ്ഞാൽ ഇവിടെ പശിയില്ലാതെ, അയലൊക്കെ വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒന്നില്ല, ദാരിദ്ര്യമില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ദാരിദ്ര്യമാണ്. പക്ഷെ അവിടെ ആഹാരം ഉണ്ടെങ്കിൽ കൂടി ആഹാരമുണ്ട്. അവിടുത്തെ അടുപ്പ് പുകഞ്ഞാൽ ഇവിടെയും സന്തോഷമാണ്. അവർക്കൊരു നന്മ കിട്ടിയിരുന്നാൽ അതിന്റെ ഒരു അംശം ഇപ്പുറത്തെ വീട്ടിലുമുണ്ട്.
പക്ഷെ ഇന്ന് കാലം മാറിപ്പോയി. ഇന്ന് അവനവൻ തന്നെ അനുഭവിക്കുകയാണ്. ആർക്കും കൊടുക്കത്തില്ല, ഒരു നന്മയും കൊടുക്കത്തില്ല, ഒരാശ്വാസം പറഞ്ഞു കൊടുക്കത്തില്ല. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി. നാലാമത്തെ കാര്യം അവിടെ പറയുന്നത് ഏക മനസ്സുള്ളവരാകും. ഏക മനസ്സ് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ എഗ്രി വിത്ത് വൺ അനദർ. മറ്റുള്ളവരെ കൂടെ കരുതിയാണ് ഈ ഭാഗം പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് സമാധാനമായിരിക്കും, മറ്റുള്ളവരെ കൂടെ അതിനാണ് സാധിക്കും. ഇവിടെ ഏക മനസ്സുള്ളവരാകും എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമായിട്ടൊരു ഏക മനസ്സ് പറ്റില്ല. പിന്നെയോ നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സഭാമക്കളുമായിട്ട് ഒരു ഏക മനസ്സുണ്ടാകും. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് പ്രത്യേകം. വീണ്ടും അവിടെ പറയുന്നു സമാധാനത്തോടെ ഇരിപ്പിക്കും. മലയാളത്തിൽ സമാധാനത്തോടെ ഇരിപ്പിക്കുന്ന പറഞ്ഞു, ഇംഗ്ലീഷിൽ ലിവ് വിത്ത് പീസ് എന്നാണ്. സമാധാനത്തോടെ ജീവിക്കുകയും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തൊക്കെയാ? ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. യഥാസ്ഥാനം നമ്മളെ പുതുക്കി നമ്മളെ പ്രതിഷ്ഠിക്കുന്നവരായി തീരണം. പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി തീരണം. ഏക മനസ്സുള്ളവരായി. അതാണ് ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ വന്നാൽ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നതായ ഫലങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങോട്ട് പറയുന്നത്, ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിലും നമ്മൾ അനേകരെ സമ്പന്നരാക്കുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു, പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും ഞങ്ങളൊരു മരണഭീതിയിലാണ്, പക്ഷേ മറ്റുള്ളവരുടെ മരണഭീതിയിൽ അവരെ ഞങ്ങൾ ഉദാഹരണം ചെയ്യുകയും ഞങ്ങൾ നെരുങ്ങിയിരിക്കുന്നവരാ, പക്ഷെ ഞെരുക്കമുള്ളവർക്ക് വിശാലതയിലേക്ക് നടത്തുവാൻ ഞങ്ങൾ അവരെ സഹായിക്കും. അതാണ് ദൈവമക്കളുടെ കടമയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്കും ഈ ക്രിസ്തുവിന്റെ ശക്തി പ്രാപിച്ചവരായി, ക്രിസ്തുവിനെ ധരിച്ചവരായി തീരുമാനം. അതോട് ചേർന്ന് തന്നെ ക്രിസ്തുവിന്റെ ശക്തിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുമാനം നമുക്കിടയാകണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് നമ്മെ തന്നെ പരീക്ഷിച്ചു നോക്കും. നമ്മളൊരു വിശുദ്ധനാണോ വിശുദ്ധയാണോ? നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ജീവിതവും ദൈവത്തോടുള്ള ബന്ധമൊക്കെ എപ്രകാരം ഇരിക്കുന്നു? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മെ തന്നെ കൊള്ളാകുന്നവരാണ്. ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും ഒരുപോലെ വിശുദ്ധരായിരിക്കുവാൻ, എല്ലാ ദിവസവും ഒരുപോലെ വിശുദ്ധരായിരിക്കാൻ കഴിഞ്ഞെന്ന് വരികയും, എന്നാൽ നമ്മെ തന്നെ ശോധന ചെയ്ത് ആ വിശുദ്ധിയിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമായി. അതിന് ക്രിസ്തുവിന്റെ ശക്തി നമ്മൾക്ക് ആവശ്യം. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവരുടെ ശക്തി അടിന്റെ മേലിറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ, ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ മനസ്സലിമില്ലാതെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല. വേദപുസ്തകം പറയുന്നു, നമുക്ക് ലോകത്തിൽ വലിയ കഷ്ടങ്ങളുണ്ട്, പക്ഷേ ആ കഷ്ടങ്ങളെ ഓവർകം ചെയ്യുവാൻ, അതിനെ ചാടി കടന്നു പോകുവാൻ ഈ ദൈവത്തിന്റെ കൃപ നമുക്ക് മതിയായത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും സന്തോഷിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അനവധി കഷ്ടങ്ങളുണ്ട്, അനവധി വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പക്ഷേ അവയെ ചുവന്നൊഴിക്കുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കും.